ഹായ് ഓൾ. അപ്പോൾ നമ്മൾ 2025 കറണ്ട് അഫയേഴ്സ് ട്രിക്കും കോഡും ഒക്കെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തു. അതിൽ ആദ്യത്തെ 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കി ഇന്നൊരു 50 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇൻഡോലോഗസിൻ്റെ PDF ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയല്ലേ നോക്കിയത്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ഞാൻ ഈ സൈഡിലത്തെ ബോക്സ് അതൊന്നും പറയാൻ നിൽക്കത്തില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ ലെന്ത് ഒരുപാട് പോകുമല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കി, എല്ലാത്തിനും ആ ഒരു കണക്ഷൻ കിട്ടണം എന്നില്ല, ജസ്റ്റ് ഉള്ളത് നോക്കി അങ്ങ് പോവാം. ഓക്കെ, വെൻ ഈസ് നാഷണൽ യൂത്ത് ഡേ. അപ്പോൾ ഇതൊരു കറണ്ട് അഫയേഴ്സ് എന്നുള്ളതിനപ്പുറത്തേക്കൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ജനുവരി 12, അതാണ് ആൻസർ. അപ്പോൾ തീമൊക്കെ നോക്കി വെച്ചേക്കണം. അതുപോലെ ചിക്കാഗോ സമ്മേളനം 1893. 92 പുള്ളി കേരളത്തിലുണ്ടായിരുന്നു, കേരള തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. 93 ആയപ്പോൾ ചിക്കാഗോ പോയി. 94 ആയപ്പോൾ ഇവിടെ പോകുന്നുണ്ട്, സാൻ ഫ്രാൻസിസ്കോയിൽ പോകുന്നുണ്ട്. ആ കഥ അറിയാമല്ലോ അല്ലേ, ഇങ്ങനെ ഓടി നടന്ന് സമ്മേളനങ്ങളായിരുന്നു. ഓക്കെ, അടുത്തത് ഇന്ത്യാസ് ഫസ്റ്റ് ആയുർവേദിക് ഡയഗ്നോസ്റ്റിക് ഡിവൈസ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്. ഓപ്ഷൻ എ നാഡീതരംഗിണി. ഇതൊരു വെറൈറ്റി പേരല്ലേ, നമ്മളങ്ങനെ കേട്ടാൽ മറക്കത്തില്ലല്ലോ. നാഡീതരംഗിണി, നാഡീ വ്യവസ്ഥ, ഉഴിച്ചിൽ പിഴിച്ചിൽ, ആയുർവേദം. ഓക്കെ, അടുത്തത് ഹൂ ബിക്കെയിം ദ യങ്ങസ്റ്റ് ഫീമെയിൽ ടു കോൺക്വർ ദ ഹയസ്റ്റ് പീക്ക് ഓൺ എവരി കോണ്ടിനെൻറ്റ്, ഈ 7 കോണ്ടിനെൻറ്റ്. ഓക്കെ, അപ്പോൾ യങ്ങസ്റ്റ് ഫീമെയിലാണ് നമുക്ക് വേണ്ടുന്നത്. 7 കോണ്ടിനെൻറ്റിലെയും ഓടി നടന്ന് ഹയസ്റ്റ് പീക്ക് കയറിയത്. അങ്ങനെ ഓടി നടന്ന് എല്ലാ ഹയസ്റ്റ് പീക്കും കയറണമെങ്കിൽ അതിനോടൊരു ആർത്തി വേണ്ടേ, ആർത്തി. അപ്പോൾ ആ പേരിൽ തന്നെ ഒരു ആർത്തിയുള്ള ഒരാളാണ് കാമ്യ കാർത്തികേയൻ. കാർത്തി, ആർത്തി. ഓക്കെ, കിട്ടിയില്ലേ, നല്ല കോഡല്ലേ. അപ്പോൾ ഓപ്ഷൻ എ കാമ്യ കാർത്തികേയനാണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ODI, അതുപോലെ അണ്ടർ-19 കിട്ടിയതും ഇന്ത്യയാണ്, സൗത്ത് ആഫ്രിക്ക ആയിരുന്നു റണ്ണറപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മിസ് യൂണിവേഴ്സ് 2025. മിസ് യൂണിവേഴ്സ്. അപ്പോൾ മിസ് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മിസ് ഇന്ത്യ ഉണ്ട്, മിസ് വേൾഡ് ഉണ്ട് അല്ലേ, മിസ് കേരള, മിസ് ഇന്ത്യ, മിസ് വേൾഡ്. മിസ് യൂണിവേഴ്സ് ആണല്ലോ ഏറ്റവും ടോപ്പ്. അപ്പോൾ അതൊരു ബോസ് ആയിരിക്കും അല്ലേ, എല്ലാത്തിൻ്റെയും ബോസ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കിയേ, ഓപ്ഷൻ സി ഫാത്തിമ ബോസ് എന്ന് കിട്ടുന്നില്ലേ. അപ്പോൾ ബോസാണ്, കാരണം എന്താ, ഒരു മിസ് യൂണിവേഴ്സാണ്, എല്ലാത്തിൻ്റെയും ടോപ്പാണ്. അങ്ങനെ ഓർത്താൽ മതി. അടുത്തത് അതിൻ്റെ റണ്ണറപ്പൊക്കെ നോക്കി വെച്ചേക്കണേ. ഫസ്റ്റ് റണ്ണറപ്പ് പ്രവീണർ സിംഗ്. പ്രവീണർ എന്നുള്ളതൊരു പ്രോ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പാണ് അവർ. അപ്പോൾ സെക്കൻഡ് ആകുമ്പം സ്റ്റെഫാനി അബ്സാലി. നമ്മൾ ഈ സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് ഡോട്ടർ എന്നൊക്കെ പറയുന്നത് ഒരു സെക്കൻഡ് എന്നുള്ളൊരു മീനിങ്ങിലാണല്ലോ, അങ്ങനെ ആലോചിക്കാമല്ലോ. ഓക്കെ, അടുത്തത് 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഒരു പൂവിൻ്റെ പേരാണെന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഓപ്ഷൻസിൽ അങ്ങനെ ഒരുപാട് പൂവിൻ്റെ പേരൊന്നും വരത്തില്ല. ഓക്കെ, ഇതൊരു ബേസിക് ഫാക്റ്റാണ്. സൂര്യകാന്ത്. ഓക്കെ, സൂര്യകാന്തി എന്നുള്ള ഒരു പൂവിൻ്റെ പേരങ്ങ് ആലോചിച്ച് കഴിഞ്ഞാൽ അതും കിട്ടും. 53 എന്നുള്ളത് മറക്കല്ലേ. 53 3 എഴുതുന്നുണ്ടോ, ഒരു പൂവിൻ്റെ എതൾ പോലെയൊക്കെ അല്ലേ, അങ്ങനെ ആലോചിച്ചാൽ 53 എന്നുള്ളത് മനസ്സിൽ കിടന്നോളും. ഓക്കെ, അടുത്തത് ബുക്കർ പ്രൈസ് 2025. ബുക്കർ പ്രൈസ്. അപ്പോൾ ഇതെങ്ങനെ ആലോചിക്കും. ബുക്കർ ഒരു പാട്ടില്ലേ, മറ്റേ പുസ്തകം അങ്ങനെ തിന്നുമടുത്തു. അപ്പം നമുക്കത് തിന്നുന്ന സാധനം എടുക്കാം, അപ്പോൾ കിട്ടിക്കോളും. ആൻസർ വരുന്നത് ഡേവിഡ് സ്വാലെ എന്നുള്ളതാണ്. ഈ സ്വാലെ എന്നുള്ളത് വിഴുങ്ങുക എന്നുള്ള അർത്ഥത്തിൽ, സ്വാളോ എന്നുള്ള അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, മാംസമൊക്കെ വിശപ്പ് കൊണ്ട് വിഴുങ്ങുന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ ബുക്കൊക്കെ വിഴുങ്ങുന്നു എന്നുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ അത് 3 4 തമ്മിലൊരു കണക്ഷനുണ്ട്. ഓക്കെ, അതുപോലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഞാൻ ഒത്തിരി സ്പീഡിലാണ് പോകുന്നതെന്നറിയാം, കാരണം നമുക്ക് വീഡിയോയിൽ എന്തൊരുപാട് പോയിട്ട് കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞു പോവുക. നിങ്ങൾ ഈ PDF നോക്കുമ്പം മനസ്സിലതിങ്ങനെ കണക്റ്റ് ആവുക, അത്രേ ഉള്ളൂ. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ബാനു മുസ്താഖ് ഹെയർട്ട് ലാമ്പ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. ഈ ഇൻഡെക്സുകളൊക്കെ കോടി പഠിക്കുന്നത് ഒരു വല്ലാത്ത ചടങ്ങാണ്. ഈ നമ്പരൊക്കെ നമ്മളെങ്ങനെ ഒപ്പിക്കും, എന്നാലും ചിലതൊക്കെ അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, ഇതെങ്ങനെ ഒപ്പിക്കാൻ പറ്റുമോ. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്, അതിലൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഇത് റിലീസ് ചെയ്യുന്നത് ജർമ്മൻ വാച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ വാച്ചിലൊക്കെ സമയം നോക്കുമ്പം 2 മണി 3 മണിയാവുന്നു, 3 മണി 4 മണിയാവുന്നു, അങ്ങനെയല്ലേ സമയം പോകുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 2 ഓക്കെ, നമ്മുടെ ആൻസർ 2 എന്നുള്ളതാണ്. 2 മണി 3 മണിയാവുന്നു എന്ന് ആലോചിച്ചാൽ മതി. വാച്ചിലെ 2 മണി 3 മണിയാവുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 3 റാങ്ക് MT ആണ്, 4ാമത്തെ റാങ്കോട്ടാണ് തുടക്കം. 1 2 ഒന്നൊന്നും ഇല്ല കേട്ടോ, 1ാമത്തെ റാങ്ക് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ 1 2 ഒന്നും വരത്തില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വേണം.
20നും 25നും ഒക്കെ ഇടയ്ക്കാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ 2, 3 കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കണ്ടോ, ഈ കോഡ് ഞാൻ പിന്നെ ചോദിക്കാം, അപ്പം നിങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് 2, 3 എന്നുള്ളത് മനസ്സിൽ വരും, ഉറപ്പാണ്. ഓക്കെ, 2025 ഫിഡെ ചെസ് വേൾഡ് കപ്പ്. അപ്പോൾ ഇത് ഒപ്പിക്കണം അല്ലേ. 2025 ഫിഡെ ചെസ് വേൾഡ് കപ്പ്. ഇത് നടന്നത് ഗോവയിലാണ്. അത് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് ആളുടെ പേരൊപ്പിക്കാം. ഗോവ, അതുപോലെ ഉണ്ട് ജാവോ, ഗോവ, ജാവോ. അപ്പോൾ അത് തമ്മിലൊരു ഋതമുണ്ട്. ഗോവയിലാണ് നടന്നതെന്നുള്ളത് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേര് അവിടെ നിന്ന് കിട്ടും, ജാവോ. ഓക്കെ, നൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ. ഈ നൽസ എന്ന് പറയുമ്പം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. ഇപ്പോൾ ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ നൽസയുടെ ഒരു പർപ്പസ്. ഇപ്പോൾ ഈ ലീഗൽ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടവർക്ക്, നമ്മുടെ വക്കീലുമാർക്ക്, അവർക്കൊക്കെ നല്ല വക്രബുദ്ധി വേണം അല്ലേ. നമ്മുടെ ഓപ്പോസിറ്റ് അവരോട് പറഞ്ഞ് നിൽക്കണ്ടേ, ലോ പോയിൻറ്റ്സൊക്കെ പറഞ്ഞ് വീഴണം അല്ലേ. അപ്പോൾ നല്ല വക്രബുദ്ധി ഉണ്ടായിരിക്കണം എന്ന് ആലോചിച്ചാൽ മതി. വിക്രം വക്ര. ഓപ്ഷൻ എ വിക്രംനാഥ്. കിട്ടുന്നുണ്ടോ? എങ്ങനെയുണ്ട് കോഡ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെനിക്ക് നല്ലൊരു കോഡ് കിട്ടിയില്ല. ഗൊഗാബീൽ ലേക്ക് ഇതൊരു റാംസർ സൈറ്റാണ്, റീസെൻ്റ്ലി ആഡ് ചെയ്ത ബീഹാറിലെ റാംസർ സൈറ്റാണ്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോകുമ്പം ബൈ പറഞ്ഞിട്ട് പോകും. പക്ഷെ അങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ, നമുക്ക് എക്സാമിന് ചിലപ്പോൾ ക്ലിക്കാവും. ഗൊഗാബീൽ ലേക്ക്, ബീഹാർ. ഓക്കെ, അടുത്തത് ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഗോകുൽ ജലാശയവും അടുത്ത് തന്നെയാണ്, അവിടെയും വേണം. അതും നമുക്ക് വേണമെങ്കിൽ ഗോ വെച്ച് കണക്ട് ചെയ്യാം. റാംസർ സൈറ്റ് വർഷം 71. ഓക്കെ, ഇസ്രോയുടെ ഹെവിയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ഹെവിയസ്റ്റ് എങ്ങനെ ഒപ്പിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. CMS-03. ഞാനത് ഗൂഗിളിൽ നോക്കിയപ്പോൾ CMS എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അർത്ഥത്തില്ല, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഹെവിയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ആൻസർ CMS-03. CMS-01 2020 ലോഞ്ച് ചെയ്തത് കേട്ടോ. 2025 ആയപ്പോഴത്തേക്ക് CMS-03 ലോഞ്ച് ചെയ്തു. അപ്പോൾ അത് അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്നുള്ള രീതിയിലേ. അപ്പോൾ അടുത്തത്, ഇതിന് നല്ലൊരു കോഡ് കിട്ടി. 2025 ഡേവിസ് കപ്പ്. ഇപ്പോൾ ഡേവിസ് കപ്പ് കിട്ടിയ രാജ്യം ഓപ്ഷൻ ബി ഇറ്റലിയാണ്. അപ്പോൾ ഇറ്റലിയിൽ നിന്ന് മനസ്സിൽ വരുമ്പോഴേ ഒരു കോഡ് ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ട് ഇഡലിയാണ് വരിക. ഇഡലി. അപ്പം ഇഡലി എങ്ങനെയാണ് പുഴുങ്ങുന്നത്? ആവിയിലാണ് പുഴുങ്ങുന്നത്. അപ്പോൾ ആവിയിൽ പുഴുങ്ങുന്ന ഒരു ഭക്ഷണമാണ് ഇഡലി. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന് മേലെ മറന്നു പോകത്തില്ല. ഈ ആവിയോടൊക്കെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാലേ നല്ല വേദനയായിരിക്കും കേട്ടോ. സ്പെയിൻ. അപ്പോൾ രണ്ടാമത്തതും കിട്ടും. G20 സമ്മിറ്റ് 2025. ഇപ്പോൾ G20 ഇത് എങ്ങനെ ആലോചിക്കും? G20 2025 20ാമത്തെ സമ്മിറ്റ് ആയിരുന്നു എന്നുള്ളത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്, ജോഹാൻസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. ഓക്കെ, അതിൻ്റെ ചെയർമാൻ, നമുക്ക് ഈ ചെയർമാനും ജോഹാൻസ്ബർഗും, അതായത് സൗത്ത് ആഫ്രിക്കയിലെ ചെയർമാനെയും ഈ ജോഹാൻസ്ബർഗ് ഒരുമിച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജൊഹാൻസിനകത്തൊരു ഹാൻസ് ഉണ്ട്, അതുപോലെ സിറിൽ റാംഫോസ എന്നുള്ളതിനകത്ത് സിറിഞ്ച് എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഇപ്പോൾ സിറിഞ്ച് എടുക്കുന്നു, ഹാൻഡ്സ് വെക്കുന്നു, എല്ലാവരും നെഗറ്റീവ് മയം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാവോ? ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് G20 സമ്മിറ്റിൽ. ഓക്കെ, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കേ. ബാക്കി എൻ്റെ തീമൊക്കെ നോക്കിക്കോണേ. ജസ്റ്റ് ബാക്കി പോയിൻ്റ് ഇതൊക്കെ ആലോചിച്ച് വെച്ചേക്കണം. മിഷൻ 300 ഒക്കെ നോക്കി വെച്ചേക്കണം. ഇത് കണ്ടു, ഈ ട്രിക്ക് നല്ലൊരു കോഡാണ് G20 സമ്മിറ്റ് പഠിക്കാനുള്ള. ഞാനും ഇത് തന്നെ പഠിച്ചേക്കുന്നത്. ഗുരുജി സീത SSC FCI മേ കാം കർത്തി ഹേ. അപ്പോൾ ഇത് നമ്മുടെ ഡെയിലി ട്രിക്കിനകത്ത് ഞാനിത് ഇടയ്ക്കൊന്ന് കൊണ്ടുവരാം, അപ്പോൾ ഒന്ന് റിവിഷൻ ആവുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ ഡിഫൻസ് PSU സൈൻഡ് എ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് സഫ്രാൻ ടു മാനുഫാക്ചർ ഹാമർ വെപ്പൺസ്? അപ്പോൾ ഹാമർ, സഫ്രാൻ. ആൻസർ ഓപ്ഷൻ ബി ബെൽ. എങ്ങനെയാണ് ടീം? നമ്മുടെ സ്കൂളിൽ ബെല്ലടിക്കുന്നത് ആലോചിക്കാവോ? ബെല്ലടിക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഒരു ഹാമർ വെച്ചിട്ടല്ലേ, ഒരു ചുറ്റിക വെച്ചിട്ടല്ലേ ബെല്ലടിക്കുന്നത്? അങ്ങനെ ബെല്ലടിക്കുമ്പോൾ പിള്ളേരൊക്കെ ഇറങ്ങി ഒറ്റ ഓട്ടമായിരിക്കും. റാൻ കണക്ട് ചെയ്യുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇനി കണ്ടോ? നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഇത്. ഹാമർന്ന് കേൾക്കുമ്പോഴേ സ്കൂളിൽ ബെല്ലടിക്കുന്നത് ആലോചിക്കണം, അപ്പോൾ പിള്ളേരിറങ്ങി ഓടുന്നത് ആലോചിക്കണം, അപ്പോൾ റാനും കിട്ടും. സെറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേജർ നോൺ നാറ്റോ അലൈ. ഇതെങ്ങനെയാണ് ടീം? മേജർ നോൺ നാറ്റോ അലൈ കുറച്ച് പാടല്ലേ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോയുടേത് അവസാനം ജോയിൻ ചെയ്ത രണ്ടുപേരെ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു കോഡ് പറയാം, നല്ലതാണോ നോക്ക്. ട്രീറ്റി. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ട്രീറ്റൊക്കെ, ബർത്ത്ഡേക്കൊക്കെ ട്രീറ്റ് കൊണ്ടുവന്ന് എങ്ങനെയാണ്? കുറേ പേരൊക്കെ
ടിഫിൻ ബോക്സിനകത്ത് സ്വീറ്റ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നവരുണ്ടല്ലേ. ടിഫിൻ എന്നുള്ളതിനകത്തുനിന്ന് ഫിൻലൻഡ്, സ്വീറ്റ്സ് എന്നുള്ളതിനകത്തുനിന്ന് സ്വീഡൻ. അപ്പോൾ ആദ്യം ടിഫിൻ ബോക്സ് എടുത്ത് വെക്കും, പിന്നെ അതിനകത്താണ് സ്വീറ്റ്സൊക്കെ ഇടുന്നത്. അവസാനം 31ാമത്തത് ഫിൻലൻഡ് ടിഫിൻ, 32ാമത്തെയാണ് സ്വീഡൻ. കണ്ടോ? അപ്പോൾ ആ ട്രീറ്റ് വെച്ചിട്ട് നമുക്ക് അവസാനം കയറിയ രണ്ടുപേരെ അങ്ങ് ഒപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോൺ നാറ്റോ അലൈ മെമ്പറിൽ അവസാനം കയറിയ രണ്ടുപേര് കെന്യയും സൗദി അറേബ്യയാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കണേ. അടുത്തത് നല്ല കോഡ് കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിലൊക്കെ അത് ആഡ് ചെയ്യാം. നമുക്കിത് വലിയ PDF അല്ലേ, 1600 പേജുള്ള PDFാണ്. അപ്പോൾ ഇതൊരു 5-6 ക്ലാസ് വേണ്ടി വരുമെന്ന് തോന്നുന്നു ഇത് തീർക്കാനായിട്ട്. അതിൽ കൂടുതൽ പോകും. നമ്മൾ 50 ദിവസം വെച്ചല്ലേ പറയുന്നുള്ളൂ. ഓക്കെ. എർത്ത് സമ്മിറ്റ് 2025-26 അത് നടന്നത് ഹൈദരാബാദാണ്. അപ്പോൾ ഞാനിത് ആലോചിച്ച് എങ്ങനെ കണക്ട് ചെയ്യും. ഇപ്പോൾ നോക്കിയപ്പോഴേ ഹൈദരാബാദ്, എര, മണ്ണിര, എർത്ത്, എര, അങ്ങനെ കണക്ട് ചെയ്യാവോ? എർത്ത്, എര, എനിക്കത് നന്നായിട്ട് തോന്നി. എർത്ത്, എര. അതുപോലെ ഈ എർത്ത് സമ്മിറ്റിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചേക്കണേ. എംപവറിങ് അഗ്രികൾച്ചറൽ, റൂറൽ, ടെക് ആൻഡ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ് എർത്ത് സമ്മിറ്റ്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീം പഠിക്കുമ്പോഴൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എംപവറിങ് ഉണ്ട്, റൂറൽ ഉണ്ട്, ഇന്നോവേഷൻ ഉണ്ട്. കണ്ടോ? അഗ്രികൾച്ചറിലും ഉണ്ട്, ടെക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് നബാർഡും വരുന്നുണ്ട്. ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ. സോ ജസ്റ്റ് ആ ഒരു ഫുൾ ഫോം പഠിച്ചു വെക്കുന്നത് വഴി നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. ഓക്കെ. അടുത്തത് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2024. പീസ് പ്രൈസ്, ഈ സമാധാനം എന്നുള്ള പീസിനെ നമുക്ക് കഷ്ണം എന്നുള്ള മീനിങ്ങിൽ ആ പീസായിട്ടൊന്ന് ആലോചിക്കാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പേര് ഓപ്ഷൻ ബി ആണ്, മിഷേൽ ബാച്ചിലറ്റ് ആണ് വരുന്നത്. ഓരോ ബാച്ചായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഓരോ പീസായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ആലോചിച്ചു. ഓക്കെ. നിതീഷ് കുമാർ, ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 10ാമത്തെ തവണയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബേസിക് കാര്യമാണല്ലോ. അതാണ്ട് അടുത്ത ഇൻഡെക്സ് വന്നു. നേരത്തെ നമ്മൾ പഠിച്ച ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡെക്സ് എത്രയായിരുന്നു? ചേഞ്ച് ജർമ്മൻ വാച്ച് കിട്ടുന്നുണ്ടോ? വാച്ചിൽ ചേഞ്ച് 2, 3 കണ്ടോ? ആ കോഡുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കണം ഏതായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കോഡിൽ ഒപ്പിച്ചാലോ? ഇത് ഇച്ചിരി പാടല്ലേ. 15 ആൻസർ വരുന്നത്. എങ്ങനെ കണക്ട് ചെയ്യും? ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്. ഓക്കെ, ഇത് COP, ഇതും ജർമ്മൻ വാച്ച് തന്നെയാണ്. COP30 സമ്മിറ്റിൽ, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30 ഈ ഇടയ്ക്ക് നടന്നത്. അവിടെ വെച്ചാണ് ഇത് റിലീസ് ചെയ്തത്. എങ്ങനെ കണക്ട് ചെയ്യും? 30ൻ്റെ പകുതിയല്ലേ 15. അപ്പോൾ ഒരു 50-50 ചാൻസ് ആണ്. ഈ ഒരു ഫോട്ടോയും കണ്ടോ? പകുതി നല്ലത്, പകുതി മോശം കാലാവസ്ഥ. അപ്പോൾ 50-50 ആണ് അല്ലേ? ഒരു 50-50 ചാൻസാണ്. ലോട്ടറി അടിക്കാനും അടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. COP30 എന്നുള്ളത് മനസ്സിൽ വന്നു കഴിഞ്ഞാലേ നമുക്കത് 50-50 എന്നുള്ളതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനീ പറയുമ്പോൾ ഇതൊക്കെ എന്തൊരു കോഡാണെന്ന് ആലോചിക്കും. പക്ഷേ ചില സമയത്ത് ഇത് ഉപയോഗം ആവും, ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ PDF വായിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്കത്, അല്ലെങ്കിൽ എങ്ങനെ ഓർത്ത് നോക്കും ഈ 10-700 കോഡില്ലെങ്കിൽ. ഓക്കെ. അടുത്തത് വിച്ച് സ്റ്റേറ്റ് വൺ ബെസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് ഇൻ 6th നാഷണൽ വാട്ടർ അവാർഡ്സ്. ഓക്കെ, ഇതിന് നല്ലൊരു കോഡ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ വാട്ടർ അവാർഡ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് മറ്റേ ആറിലോ പുഴയിലോ എന്തോ വേസ്റ്റ്, മാങ്ങയുടെ തൊലിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന്, വേസ്റ്റ് ഇട്ടിട്ട് ഫൈൻ അടച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ആ കഥയൊന്ന് മനസ്സിലോട്ട് വന്നാൽ ഇത് കിട്ടും. ആ ഫൈൻ അടച്ചതുകൊണ്ട് പുള്ളിയെ പിടിച്ച് നാഷണൽ വാട്ടർ അവാർഡ്സ് കൊടുത്തു എന്നങ്ങ് ആലോചിച്ചാൽ മതി. കുറച്ച് നാൾ മുമ്പല്ലേ, 2024 ആലോചിക്കുക. അപ്പം അങ്ങനെ വാട്ടർ അവാർഡ് കൊടുത്തു. എന്തിനാണിത് പറഞ്ഞത്? കാരണം നമ്മുടെ ഫസ്റ്റ് കിട്ടിയത് മഹാരാഷ്ട്രയും സെക്കൻഡ് കിട്ടിയത് ഗുജറാത്തുമാണ്. അപ്പം MG ശ്രീകുമാർ എവിടെ ആയിരുന്നു എറിഞ്ഞത്? ഒരു ആറിലോ പുഴയിലോ കണ്ടല്ലേ, 6. അവിടെ നമുക്ക് സിസ്റ്റം എന്നുള്ളത് ഇങ്ങ് പോരും. എങ്ങനെയുണ്ട് കോഡ്? നല്ലതല്ലേ? ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ് കാർട്ട് സെൽ തെറാപ്പി. സോ കാർട്ട്, ഇതെനിക്ക് നല്ലൊരു കോഡ് കിട്ടിയില്ല. കാർട്ട് എന്നുള്ളതൊരു ബ്ലഡ് ക്യാൻസർ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ എ നെക്സ്കാർ എന്നുള്ളതാണ്. നെക്സ എന്ന് പറയുന്ന കാറൊക്കെ ഇല്ലേ, നെക്സ കാർ, നെക്സ്റ്റ് ജനറേഷൻ കാർ എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ. എന്തെങ്കിലും നല്ലൊരു കോഡ് കിട്ടുവാണെങ്കിൽ പറയണേ. കണ്ട കാറിൻ്റെ ഫുൾ ഫോം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് COP30 നേരത്തെ പറഞ്ഞേ ഉള്ളൂ. 15 ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് ഓർമ്മ വരുന്നോ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് COP30 എവിടെ നടന്നു എന്നുള്ളതാണ്.
ബ്രസീലിലെ ബേലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. ഈ ആമസോൺ ഗാർഡിൻ്റെ ഒരു എൻട്രി പോയിൻ്റ്, ഒരു ഗേറ്റ് വേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ബേലം എന്ന് പറഞ്ഞ സ്ഥലത്തെ പറയാം. അപ്പം കറക്റ്റ് ഒരു പക്കാ സ്ഥലത്ത് വെച്ചാണ് ഈ COP നടത്തിയതെന്ന് അന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഫാക്റ്റായിട്ടൊന്ന് ആലോചിച്ച് ബലം അല്ലെങ്കിൽ ഒരു ബലം അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ബലം, ഓക്കെ, ബലം വെച്ചൊക്കെ ഒരു കോഡ് ഉണ്ടാക്കുക കേട്ടോ. യുനെസ്കോ സിറ്റി ഓഫ് ഗാസ്ട്രോണമി. വിശപ്പ്, ഫുഡടി, ലക്നൗ. ഫുഡടി ഭാഗ്യം, മലയാളത്തിൽ തന്നെ ഒരു പ്രയോഗമില്ലേ, വയറ്റ് ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. അത് ഈ ഫുഡടിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നമ്മളെവിടെയെങ്കിലും കയറി ചെല്ലുമ്പം നമുക്ക് അവിടെ നിന്ന് നല്ല ഫുഡ് കിട്ടും. നിനക്ക് എന്നാ വയറ്റ് ഭാഗ്യമാടാ എന്ന് ചോദിക്കത്തില്ലേ, അതാ ഒരു ഭാഗ്യം വെച്ചങ്ങ് ഒപ്പിക്കാം നമുക്കത്. ബാക്കി നോക്കുവാണെങ്കിൽ ലിറ്ററേച്ചർ കോഴിക്കോട്, അതെല്ലാം ഒന്ന് വായിച്ചോ. ഗ്ലോബൽ ലെവൽ എയർക്രാഫ്റ്റ് എഞ്ചിൻ MRO ഫെസിലിറ്റി. MRO എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ. മെയിൻ്റനൻസ്, അതും സഫ്രാനാണ് വന്നത്. സഫ്രാൻ, നേരത്തെ നമ്മൾ റാൻ ഓർമ്മയുണ്ടോ? ബെല്ലടിക്കുന്നു, പിള്ളേരിറങ്ങി ഓടുന്നു, ഹാമർ വെച്ച് ബെല്ലടിക്കുന്നു, കിട്ടുന്നുണ്ടോ? ഈ ഫ്രാൻ എന്നുള്ളത് ഫ്രാൻസ് എന്നുള്ളതാട്ടോ, അതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. അത് തമ്മിൽ എന്ത് ബന്ധം? അപ്പോൾ സാഫ്രാനാണ് ഇവിടെ എയർക്രാഫ്റ്റ് എഞ്ചിൻ MRO കൊണ്ടുവന്നത്. അപ്പോൾ അതും ആൻസർ ഓപ്ഷൻ D, ഹൈദരാബാദ് തന്നെയാണ് ആൻസർ വരുന്നത്. നേരത്തെ നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? ഹൈദരാബാദ് വെച്ചിട്ട് എര വെച്ചിട്ട് എർത്ത്, മണ്ണിര. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ഒപ്പിക്കണമല്ലോ ഇതെങ്ങനെയെങ്കിലും. അപ്പോൾ ഇത് വരുന്നത് ഹൈദരാബാദാണ്. എങ്ങനെ ഒപ്പിക്കും? എനിക്ക് നല്ലൊരു കോഡ് കിട്ടിയില്ലായിരുന്നു. ഹൈദരാബാദ്, സഫ്രാൻ. ഓക്കെ, ഈ ഫ്രഞ്ചും ഹൈദരാബാദും തമ്മിലൊരു ബന്ധമില്ലേ? ഓർമ്മയുണ്ടോ? ഹിസ്റ്ററി പഠിക്കുന്ന സെക്കൻഡ് കർണാട്ടിക് വേൾഡ് വാറിൻ്റെ കർണാട്ടിക് വാറിൻ്റെ സമയത്ത് നിസാംസ് ഫ്രഞ്ചിൻ്റെ കൂടെയും നവാബ്സ് ബ്രിട്ടൻ്റെ കൂടെ അല്ലായിരുന്നോ? ജസ്റ്റ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്കൊരു ഹോൾഡുള്ള സ്ഥലത്ത് അവരൊരു ഫാക്ടറി തുടങ്ങി എന്നുള്ള രീതിയിൽ കഥയായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല കോഡ് കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സൂര്യകിരൺ 2025. ഇതൊരു കറണ്ട് അഫയേഴ്സിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫാക്റ്റാണ്. നേപ്പാളാണ് ആൻസർ വരുന്നത്. നേപ്പാളിൻ്റെ ഫ്ലാഗ് കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു സൂര്യനൊക്കെ ഇല്ലേ? ഓക്കെ, എവിടെ നടന്നെന്നുള്ളത് പഠിച്ചോണേ. അപ്പോൾ അതായിരിക്കും ഇനി വരാൻ പോകുന്നത്. ICC മെൻസ് T20 വേൾഡ് കപ്പ്. അതിൻ്റെ അംബാസഡറാണ് ചോദിച്ചിരിക്കുന്നത്, ടൂർണമെൻറ്റ് അംബാസഡർ. ഇപ്പോൾ കഴിഞ്ഞ T20യുടെ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ, പുള്ളി റിട്ടയർ ആയതുകൊണ്ട് പിടിച്ച അടുത്ത അംബാസഡർ ആക്കിയെന്നങ്ങ് ആലോചിച്ചാൽ മതി. കബഡി വേൾഡ് കപ്പ്, വുമൺസ് കബഡി വേൾഡ് കപ്പ് ജയിച്ചത്, വുമൺസ് കബഡി വേൾഡ് കപ്പ്. ഇതിനെ ഒരു കോഡ് പറഞ്ഞു തരട്ടെ. നമ്മുടെ നേരത്തെ ഡേവിസ് കപ്പ് ഓർമ്മയുണ്ടോ? ഡേവിസ്, ഇറ്റലി, നല്ല കോഡല്ലായിരുന്നോ? അപ്പോൾ ഇത് വുമൺസ് കബഡി അല്ലേ? ഈ കബഡിക്കകത്തൊരു ആടി കിടപ്പുണ്ട്. അപ്പോൾ ഈ ആടി സെയിൽ വുമൺസിനല്ലേ കൂടുതൽ, സാരിയൊക്കെ പോയി എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി വളയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിരിക്കും ജയിക്കുന്നത്. ചൈനക്കാരെക്കാട്ടിൽ സാരിയൊക്കെ കൊടുത്ത് വളയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിരിക്കും ജയിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വുമൺസ് കബഡി എന്നുള്ളതിനകത്ത് ആടി സെയിലിങ് ഒപ്പിക്കണം. അപ്പോൾ നമുക്ക് ആ നടന്ന സ്ഥലം ബംഗ്ലാദേശിലേക്ക് പോരും. ഓക്കെ, ഇന്ത്യയാണ് ജയിച്ചത്, ചൈനീസാണ് റണ്ണറപ്പ്. വിച്ച് വോൾക്കാനോ റീസെൻ്റ്ലി എറപ്റ്റഡ് ആഫ്റ്റർ 12,000 വർഷം. ഓക്കെ, ഇത് വന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ പേര് നൈസാ, ഹായിലി ഗുബ്ബി. ഹായ് പറഞ്ഞു വരുക. എവിടെ നിന്നാണ് വന്നത്? എത്യോപ്യ, നമ്മുടെ ആഫ്രിക്കൻ റീജിയൻ. ആഫ്രിക്കൻ റീജിയനിൽ നിന്നേ എത്തി നോക്കി ഇങ്ങോട്ട് വന്നു ഹായ് പറഞ്ഞ്. കണ്ടോ, ദൂരെയാണ്, ഫാർ റീജിയൻ അല്ലേ, ദൂരേന്ന് വരുക ഹായും പറഞ്ഞ്. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചു. ഓക്കെ. സ്പീഡിൽ പറഞ്ഞിട്ടേ എനിക്ക് തന്നെ ശ്വാസം മുട്ടുന്നു. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെയായിരിക്കും? ഞാൻ വീഡിയോയുടെ ലെന്ത് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ കൂടുതൽ പേരിത് കാണത്തില്ല. ഒരുപാട് ലെന്ത് പോയാൽ ഇതാകുമ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കംപ്രസ് ചെയ്ത് പറയുന്നത്. എല്ലാം കിട്ടിയും വേണം, കുറച്ച് സമയം ആവാനും പാടുള്ളൂ എന്നുള്ളൊരു ഐഡിയയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാനിനി സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ കുറച്ച് പതുക്കെ പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ധർമ്മേന്ദ്ര കേവൽ കൃഷ്ണൻ ഡിയോൾ. അതൊരു ആക്ടറായിരുന്നു. പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ നിക്ക് നെയിമാണ് ഹീമാൻ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പണ്ടൊക്കെ നമ്മൾ ഹീമാനൊക്കെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഒരു ക്യാരക്ടറാണല്ലേ, ആക്ടറാണ് പുള്ളി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം വീട്ടുകാരൊക്കെ പറയുന്നത്, നീ എന്തോടാ പാവക്കളി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഡിയോൾ എന്നുള്ളതിന് ഡോൾ ആലോചിക്കാവോ, പാവക്കളി കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ കഥ ആലോചിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, അടുത്തത് ഇത് ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആയിരുന്നല്ലോ.
അപ്പോൾ അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ LCA തേജസ് എന്നുള്ളതാണ്. തീ പിടിച്ചു എന്നുള്ള രീതിയിൽ തേജസ് ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ വല്ലതും ആലോചിക്കേ. അടുത്തത് വേൾഡ് ബോക്സിംഗ് കപ്പ്. ഓൾറെഡി നമ്മൾ കബഡി ജയിച്ചത് ഇന്ത്യ ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ബോക്സിങ്ങും ജയിച്ചത് ഇന്ത്യ തന്നെയാണ്. നടന്നത് ഗ്രേറ്റർ നോയിഡയിലാണെന്നുള്ളത് ആലോചിക്കുക. പക്ഷെ ഇവിടെ വരുന്ന പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യനേ, ഇതൊക്കെ മസ്റ്റാണ്. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. ഈ പേര് തന്നിട്ട് ഇവർ ഏത് സ്പോർട്ടാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ അതിനൊരു കോഡ് ഞാൻ പറയാം. സീ വാച്ച് എന്നല്ലേ, സാൻഡ്വിച്ച് എന്ന് ആലോചിച്ചേ. ഇടിച്ചിടിച്ച് സാൻഡ്വിച്ച് പരുവാക്കി എന്നൊക്കെ പറയത്തില്ലേ, ഇടിച്ചിടിച്ച് സാൻഡ്വിച്ച് പരുവാക്കി. അതുപോലെ ഇടിക്കുക, ഹിറ്റ്. ഇടിയൊക്കെ എവിടെ വരുന്നതാ? നമ്മുടെ ബോക്സിങ് വരുന്നതല്ലേ. നിഹാദ് സരീൻ, ഇത് ഒരുപാട് പേർക്ക് അറിയാമല്ലോ, ഇത് പണ്ടും ചോദിച്ചിട്ടുള്ളതല്ലേ. ഇത് ബോക്സിംഗ് ആണോ വെയിറ്റ് ലിഫ്റ്റർ ആണോ എന്ന് എനിക്ക് പണ്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അന്ന് ഞാനത് ക്ലിയർ ചെയ്തത് ഹാറ്റ് കണ്ടോ, ഈ ബോക്സിങ്ങിനുള്ളൊരു തൊപ്പി വെക്കും. അപ്പോൾ ഈ ഹാറ്റ് വെക്കുന്നത് ബോക്സിംഗ് ആണെന്നുള്ളത് ഞാൻ ആലോചിച്ച് വെച്ചത്. അപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് എന്നുള്ള സാധനം എനിക്ക് വരത്തില്ല. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും ഉപയോഗപ്രദമാവുന്നേ ആവട്ടെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത്. ഓക്കെ. ഫസ്റ്റ് ടെസ്ല സെൻറ്റർ ഓപ്പൺഡ്. ടെസ്ല സെൻറ്റർ ആകുമ്പം ഗുരുഗ്രാമാണ്, ഹരിയാന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ISA, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പോൾ അവിടെ സോളാറിൻ്റെ വെച്ച് ഒരുപാട് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടായതുകൊണ്ട് ടെസ്ല ഒരു സെൻറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ അത് ഗുരുഗ്രാമിൽ അങ്ങ് ഓപ്പൺ ചെയ്തെന്ന് ആലോചിച്ചാൽ മതി. അടുത്തത് ഫസ്റ്റ് പ്രൈവറ്റ്ലി ബിൽഡ് PSLV റോക്കറ്റ്. പ്രൈവറ്റ്ലി ബിൽഡ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഹാൾ ആൻഡ് ലാർസൻ ആൻഡ് ടർബോ. അപ്പോൾ ലാർസൻ ആൻഡ് ടർബോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതായിരിക്കും ഓപ്ഷന് കൊടുക്കുന്നത് അല്ലേ. PSLV റോക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കോഡായിട്ട് കിട്ടുന്നുണ്ടോ എന്തെങ്കിലും? ഹാൾ ആൻഡ് LT. ഹാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൾട്ട് സ്റ്റോപ്പ് അല്ലേ. പബ്ലിക്കലി വിട്ടിട്ട് പ്രൈവറ്റിലോട്ട് തുടങ്ങുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കുമോ? അറിയില്ല. നല്ല കോഡ് കിട്ടുവാണെങ്കിൽ പറഞ്ഞോ, അതിനും കൂടെ പറഞ്ഞോ. ഓക്കെ. ഹോൺബിൽ ഫെസ്റ്റിവലും കോഡൊന്നും ആവശ്യമില്ലല്ലോ. നാഗാലാൻഡ് പണ്ട് തൊട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഡിസംബർ 1 തൊട്ട് 10 വരെ എന്നുള്ളതും അതിനേക്കാട്ടി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അടുത്തത് ഇതിനൊരു കോഡുണ്ട്. ഹൂ ബിക്കെയിം യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ഫോർ ദി ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ കരയുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത്? കിടന്ന് കീറുവാന്ന് പറയും. കീർത്തി സുരേഷ്, കീറുക. അതും കിട്ടിയാൽ മതി, ആൻസർ കിട്ടിക്കോളും. ഓക്കെ. അജയ വാര്യർ, ഇതും ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് UK ആണ്. കോഡ് വേണോ ഇതിന്? അജയ വാര്യർ, അജയൻ്റെ 2ാം മോഷണം. അതിനകത്തൊക്കെ ഒരു രാജാവിനെ കുറിച്ച് വേണ്ടല്ലേ, അതൊരുപാട് ചളിയായിപ്പോവും. വേണ്ട, ഇത് അല്ലാതെ പഠിച്ച് വെക്കുന്ന കേട്ടോ നല്ലത്. ചിലതൊക്കെ അല്ലാതെ പഠിക്കുന്നതാണ് നല്ലത്. ഗോൾഡൻ പീക്കോക്ക് അറ്റ് 56th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഗോവയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഗോൾഡൻ പീക്കോക്ക് അവാർഡ്. പണ്ടൊക്കെ ഈ ഉത്സവപ്പറമ്പിലേ നമ്മൾ മയിലെണ്ണയെന്നും പറഞ്ഞ് ഒരു സാധനം കൊണ്ടുവരും. അപ്പോൾ നമ്മളത് മയിലിൻ്റെ സ്കിന്നോ എന്തോ പോലെയൊക്കെയാണ് ഇരിക്കുന്ന ആ ഒരു ട്രേക്കകത്ത്. ഞാൻ പറയുന്ന കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഈ കോഡ് മറക്കത്തില്ല. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ. സെറണ്ട ഫോറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് വെയർ. ഇതിനൊരു കോഡുണ്ട്. ഇത് ആൻസർ വരുന്നത് ജാർഖണ്ഡാണ്. എങ്ങനെ ആലോചിക്കും? സരണ്ട എന്നുള്ളതിനകത്തൊരു അണ്ടയില്ലേ. അണ്ടെന്ന് പറയുമ്പോൾ എഗ്ഗ്, മുട്ടയൊക്കെ എവിടെ ആയിട്ട് വെക്കുന്നത്? ജാറിൽ. കിട്ടിയില്ലേ? ഓക്കെ. 97ാമത്തെ ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. തുങ്ബുക്ക് ആൻഡ് പുംടോങ് പുലിത്ത് GA ടാഗ് കിട്ടി. എവിടത്തെയാണെന്നാണ് ചോദ്യം. ഓക്കെ. ലെപ്ച കമ്മ്യൂണിറ്റിയുടെയാണ്. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയും ഈ പേരും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാം. ടുങ്, തോങ്, ടങ്. നാക്കെന്നുള്ള മീനിങ്ങിലാണ് ടങ്. ഇതൊരു ടങ്ങായിട്ട് വായിക്കാം, ഇതൊരു ടങ്ങായിട്ട് വായിക്കാം. ഇതൊരു ലിപ്പ്. അപ്പോൾ വായുമായിട്ട് ബന്ധപ്പെട്ട ചുണ്ട്, നാക്ക്, അതൊക്കെ നമ്മളൊരു കോഡിൽ പഠിച്ചായിരുന്നു എന്ന് ആലോചിച്ച് വെച്ചാലേ. ടുങ്ബുക്ക് എന്ന് കേൾക്കുമ്പം ലെപ്ച ഓർമ്മ വന്നു കഴിഞ്ഞാൽ ലെപ്ച കമ്മ്യൂണിറ്റി സിക്കിമിലെയാണെന്ന് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്താലും മതി. ലെപ്ച കമ്മ്യൂണിറ്റി സിക്കിം തന്നെ കിട്ടണമെന്നില്ലല്ലോ, അങ്ങനെ കണക്ട് ചെയ്താലും മതി. അപ്പോൾ മറക്കത്തില്ല. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ഡ്രോൺ സിറ്റി. ഇപ്പോൾ ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ച് ഡെലിവറി ഒക്കെ ഉണ്ടല്ലേ. എങ്ങനെയാണ്? നൂലി കെട്ടി ഇറക്കും. വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വന്നിട്ട് ഒരു നൂലി കെട്ടി ഡെലിവറി ചെയ്യേണ്ട സാധനം ഇറക്കും. എന്തിനാണ് നൂല് പറഞ്ഞത്? കുർനൂൾ നമുക്ക് കിട്ടണം. ആന്ധ്രാപ്രദേശിലെ ഫ്ലെമിംഗോ പഠിച്ച ഓർമ്മയുണ്ടോ? ഫ്ലെമിംഗോ, ഫ്ലെയിം, തീ കത്തുന്നു, വീട്ടിൻ്റെ അകത്ത് അല്ലാതെ തന്നെ അറിയായിരിക്കും. ഇത് കുർനൂൾ കിട്ടിയാൽ മതി ആന്ധ്രാപ്രദേശിലെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൂലി കെട്ടി ഇറക്കുന്നു എന്നുള്ള കഥ പറഞ്ഞത്. നൂലി കെട്ടി ഇറക്കി ഒഴിവാക്കുക. ഒഴിവാക്കുന്നു. ഡ്രോണ് വെച്ചിട്ട് നൂലി കെട്ടി ഇറക്കി ഒഴിവാക്കുന്നു. ഗരുഡ. ഇതൊരു ജസ്റ്റ് ഇതിനെ കോഡിലാക്കാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്.
ഗരുഡ 2025 ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതാണ്. മൂന്നെണ്ണം ഉണ്ട്. ഒരു ഫ്രാഞ്ചൈസി പോലെയാണ്. 3 ഉണ്ട്. ആർമിയുമായിട്ടൊരെണ്ണമുണ്ട്, നേവിയായിട്ടുണ്ട്, എയർഫോഴ്സുമായിട്ടുണ്ട്. പറക്കുന്ന സാധനമായതുകൊണ്ട് ഗരുഡ, നേവി വരുണ നേവി എന്നുള്ളത്, പിന്നെ ആർമിയായിട്ടുള്ളത് ശക്തി. അപ്പോൾ അതങ്ങനെ അങ്ങ് ഓർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ 100ാമത്തെ ക്വസ്റ്റ്യൻ. ന്യോമ എയർബേസ് ഈസ് ലൊക്കേറ്റഡ് വെയർ? ന്യോമ ആൻസർ ലഡാക്കാണ് വരുന്നത്. എങ്ങനെ ആലോചിക്കും? യോമ അരോമ എന്ന് പറയുമ്പോൾ ഒരു സ്മെല്ല് അല്ലേ? ലഡാക്കിനെ ലഡു എന്ന് വയ്ക്കാമോ? ലഡുവിൻ്റെ സ്മെല്ല് ഇച്ചിരി ഓവർ ചളിയായിപ്പോയോ? നല്ല കോഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഇപ്പം ഇവിടെയാണ് ന്യോമ വരുന്നത്, നമ്മുടെ ചൈന ബോർഡറിൻ്റെ അടുത്ത്. അപ്പം 100 ക്വസ്റ്റ്യനായി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു കോഡുകൾ? യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും കോഡ് കിട്ടിയോ? ഓക്കെ, ചിലതൊക്കെ നമ്മൾ കോഡിലല്ലല്ലോ പറഞ്ഞത്, ചിലത് നല്ല കോഡ് കിട്ടിയതുകൊണ്ട് ഇതൊക്കെ നല്ല കോഡല്ലായിരുന്നോ? ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ പറയാൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് 50 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു.